ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുക എന്നുള്ളതാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM ഒരുക്കി വെക്കുന്ന മാനിഫെസ്റ്റോ? ഇതാണോ CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക? നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന് CPM നേതൃത്വം മറുപടി പറയണം. അവരുടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ പറയണം, ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് CPM പോകാൻ ആഗ്രഹിക്കുന്നത്? വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണോ? ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ? ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് അവര് വിലയിരുത്തിയിട്ട്, ജനങ്ങളും വിലയിരുത്തട്ടെ, അവരും വിലയിരുത്തട്ടെ. ഇതാണോ അവരുടെ പൊളിറ്റിക്സ്? ഇതാണോ അവരുടെ രാഷ്ട്രീയം? ഇതാണോ CPM 2026 കരുതി വെച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രം? ഇതാണോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയാം. അപ്പൊ ഞാൻ അതിന് പറഞ്ഞ വാചകങ്ങൾക്ക് അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കൃത്യമായ പൊളിറ്റിക്സ് പറഞ്ഞിട്ടും കൃത്യമായ ഗവൺമെന്റിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവും കെൽപ്പും ഞങ്ങൾക്കുണ്ട്. അതിൽ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിച്ചാലും ഒക്കെ അവർക്ക് അവരുടെ ഒരു മെച്ചവും പറയാനില്ലാത്തതിന്റെ പ്രയാസങ്ങളിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ ഈ പറയുന്ന അധിക്ഷേപങ്ങളുടെ രാഷ്ട്രീയം അതിങ്ങനെ മുറുകെ പിടിച്ചിട്ട് CPM മുന്നോട്ട് പോകുന്നത്. ഞാനിത് ഇപ്പൊ കുറച്ചായിട്ട് നിരന്തരം പലതരത്തിലുള്ള കാര്യങ്ങൾ നേരിടുക. ഈ പറയുന്ന ആളുകൾ ഉൾപ്പെടെ വർഗീയവാദിയാക്കാനാണ് ആദ്യം ശ്രമിച്ചത്. അതിനുള്ള വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഏശാഞ്ഞിട്ടാണ് വേറൊരു കാര്യം കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിനൊന്നും ആ വാക്കുകൊണ്ട് ഒരു മറുപടി അറിയിക്കുന്നില്ല. മറിച്ച് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു, ഇതാണോ CPM-ന്റെ രാഷ്ട്രീയം? CPM 2026 കരുതി വെച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ, അവരുടെ രാഷ്ട്രീയ ടൂൾ എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറയുന്നത്, രാഷ്ട്രീയ തന്ത്രം ഇതെന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ആ നിലവാരത്തിലാണ് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത്. അപ്പോ അത് CPM ആലോചിക്കട്ടെ. ഞാൻ ആവർത്തിച്ചല്ലോ, എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ. നിയമ നടപടി ആലോചിക്കുന്നു, അതൊക്കെ ആലോചിക്കും. ഞാൻ അതിന്റെ ബന്ധപ്പെട്ട ആളുകളായിട്ട്, പാർട്ടി നേതൃത്വം ബന്ധപ്പെട്ട ആളുകളായിട്ട് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു തരം ആക്ഷേപങ്ങൾ, അതിന്റെ പേരിൽ ഉണ്ടാക്കുന്ന വാർത്തകൾ, എന്നിട്ട് അതിന്റെ പേരിൽ ഈ ഇഷ്യൂസിനെ ഡൈവേർട്ട് ചെയ്ത് ഗവൺമെന്റിന്റെ വീഴ്ചകൾ, പരാജയങ്ങൾ അതൊക്കെ മറച്ചു വെക്കാൻ ഇതിനെ ഒരു പുകമറയായി കൊണ്ട് നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിന് അധിക്ഷേപത്തെ രാഷ്ട്രീയ തന്ത്രമായി 2026 കരുതി വെക്കുന്ന CPM-ന്റെ മുഖമാണ് ഇവിടെ വ്യക്തമാവുന്നത്. അത് അവരുടെ നേതൃത്വം പറയണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയാണോ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ അവർ നേരിട്ടാലും ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമായിട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് അവർ തിരിച്ചറിയും. അതിപ്പം പാലക്കാട്ട് ഉൾപ്പെടെ പല പ്രഖ്യാപനങ്ങളും ഇവരൊക്കെ നേതൃത്വം ഏറ്റെടുത്ത സമയത്തൊക്കെ പാലക്കാട്ട് ഉൾപ്പെടെ നടത്തിയതാണ്. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, കാരണഭൂതൻ പിണറായി വിജയൻ അയാളെന്താണെങ്കിലും വാ തുറക്കില്ല. അയാളുടെ പരാജയങ്ങൾ മറച്ചു വെക്കാനുള്ള തത്രപ്പാടിലാണ് ഈ പറയുന്ന ഈ സ്തുതിപാഠക സംഘവും ഈ അന്തം കമ്മികളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഷാഫി പറമ്പിൽ, നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന ആക്ഷേപങ്ങളൊന്നും അത് നിങ്ങൾ ഈ ചെവിയിലൂടെ പോലും കേൾക്കണ്ട. അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്ന് പറയുന്നത് വെറും നാറികളുടെ നെറികെട്ട ഏർപ്പാടുകൾ മാത്രമാണ്. നിങ്ങളുടെ പേര് ഷാഫി പറമ്പിൽ എന്നുള്ള ആ പേര് പോലും സഖാക്കളെ മുട്ടിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ കുറെ കാലമായിട്ട് ഇവർ പിന്തുടരുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പാലക്കാട് MLA ആയിരിക്കുമ്പോൾ ആ പാലക്കാട്ട് നിന്ന് നിങ്ങൾ വണ്ടി കയറി നിങ്ങൾ വടകരയുടെ മണ്ണിൽ പോയി ചെന്നിറങ്ങിയിട്ട് അവിടെ നിങ്ങൾ വെണ്ണിക്കൊടി പാറിച്ച് ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയത്, നിങ്ങൾ എതിരിട്ടത്, നിങ്ങൾ എതിർത്ത് തോൽപ്പിച്ചത് CPM-ന്റെ എല്ലാമായ ടീച്ചർ അമ്മയെയാണ്. അവിടെ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ഇവർ പല കളികളും കളിച്ചു നോക്കി. വർഗീയതയുടെ കാർഡുകൾ പോലും ഇറക്കി നോക്കി. അവിടെ നിങ്ങൾ കാഫിർ സ്ക്രീൻഷോട്ടുകൾ ഇറക്കിക്കൊണ്ട് നിങ്ങളെ തടയിടാൻ പല ശ്രമങ്ങളും നടത്തി. അവിടെ അവർ പരാജയപ്പെട്ടു, എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാജിവെച്ചിറങ്ങിയ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരാൻ കഴിയാതെ വന്നപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടമായിരുന്നില്ല ഇവരുടെ കണ്ണിലെ കരട്. അവിടെ ഇവരുടെ കണ്ണിലെ കരട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിലായിക്കൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ നേതാവായിരുന്നു. നിങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു നീലപ്പെട്ടി ഇറക്കിയത്. അതും 8 നിലയിൽ പൊട്ടിയപ്പോൾ
8 നിലയിൽ പൊട്ടിയപ്പോൾ നിങ്ങളെ ഒതുക്കുവാൻ വേണ്ടി പല ശ്രമങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. അത് നിങ്ങളെ എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ മുഖങ്ങളായി മാറിയ കേരളത്തിൽ ഇത്രയധികം ജനസമ്മതിയുള്ള നേതാക്കളെ ഒക്കെ ഒതുക്കുവാൻ ഇത്തരത്തിൽ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ചുരിഞ്ഞുകൊണ്ട് അവരെ നേരിടുവാനുള്ള തന്ത്രപരമായ മാസ്റ്റർ പ്ലാനുകളാണ് CPM എന്ന് പറയുന്ന നെറികെട്ട വർഗങ്ങൾ ഇറക്കുന്നത്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഈ കേരളത്തിലെ ജനത എന്ന് പറയുന്നത്, രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്, അത് മറ്റുള്ള ആരെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് കേരളത്തിലെ ജനതയുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. ഷാഫി പറമ്പിൽ, നിങ്ങൾക്കുള്ള ഒരു ജനസമിതി അത് കേരളത്തിൽ എവിടെയാണെങ്കിലും, വടകരയിൽ പാലക്കാട് മാത്രമല്ല കേട്ടോ, നിങ്ങൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള എവിടെ നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ജനസമ്മതി ഉണ്ടല്ലോ. നിങ്ങളാണ് UDFന്റെ ഈ 2026 തെരഞ്ഞെടുപ്പിലെ തുറുപ്പിച്ചീട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾക്കെതിരെ ഇത്തരം ഗൂഢമായ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ കളികൾ CPM-ഉം സഖാക്കളും പുറത്തിറക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ ഇതിന് മറുപടി പറയേണ്ടത് ആരാ? MV ഗോവിന്ദനോ? ആ പരനാറി പറയില്ല. പിന്നെ ആരാ? MA ബേബിയോ? മിണ്ടില്ല, വാ തുറക്കില്ല. പിന്നെ പറയേണ്ടത് ആരാ? കാരണഭൂതൻ മോന്തടിച്ച് പൊട്ടിച്ചാലും കാരണഭൂതൻ വാ തുറക്കില്ല. കാരണം കാരണഭൂതന്റെ തോൽവികളും പരാജയങ്ങളും കഴിവുകേടും നട്ടല്ലില്ലായ്മയും കൂട്ടിക്കൊടുപ്പും ഒക്കെ മറക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്കെതിരെ ഇവർ തിരിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ചില ഈ സ്ത്രീകളെ മുൻനിർത്തിയുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ പടച്ചു വിട്ടുകൊണ്ട് അത് ഇങ്ങനെ ചർച്ചയാക്കുക. ആ ചർച്ചയിൽ പിണറായി വിജയന്റെ തോൽവി, ഭൂലോക തോൽവിയായിട്ടുള്ള പിണറായി വിജയനെ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടാതെ ഇങ്ങനെ നീണ്ടുപോകണം. കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് ഇത്തരത്തിൽ സ്ത്രീ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആദ്യം രാഹുൽ മാങ്കൂട്ടമായിരുന്നു ഇരയെങ്കിൽ ഇന്ന് നിങ്ങളാണ് ഇര. കാരണം രാഹുൽ ഇന്നലെ പാലക്കാടിന്റെ മണ്ണിൽ വന്നിറങ്ങിയിട്ട് കാണിച്ച മാസ് അത് ഇവരുടെ മുട്ടുവിറപ്പിക്കുന്നതായിരുന്നു. കാരണം അവിടെ വന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ജനങ്ങള്, അവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണക്കാരായ പാലക്കാടിന്റെ നിഷ്കളങ്കരായ ആ ജനങ്ങൾ ഇരു കൈയും നീട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറയുന്ന യുവജന നേതാവിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് കണ്ടത്. അവിടെ രാഹുലിനെതിരെ ഒരു പ്രതിഷേധം പോലും നടന്നില്ല. അവിടെ രാഹുലിന്റെ കൂടെ സെൽഫി എടുക്കാൻ, രാഹുലിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ, രാഹുലിന് ഇന്നലെ പാലക്കാട് കിട്ടിയ ആ സ്വീകരണവും ആ പ്രവർത്തകരുടെയും പാലക്കാട് ജനതയുടെയും ആവേശവും കണ്ടപ്പോൾ അതിലേറെ കലിപ്പിലായി. കാരണം രാഹുൽ ഒരിക്കലും പാലക്കാട്ട് തിരിച്ചെത്തില്ലെന്നാണ് ഇവർ കരുതിയത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് ഇവർ കരുതിയത്. അത് രണ്ടും നടന്നില്ല. ഇപ്പോ രാഹുൽ തിരിച്ചു വന്നപ്പോ എനിക്ക് തോന്നുന്നു മുമ്പുണ്ടായതിലും അതിലേറെ ശക്തിയോട് കൂടിയാണ്, ഊർജ്ജസ്വലനായിക്കൊണ്ടാണ് അയാൾ പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിയത് എന്നുള്ളതാണ്. അത് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ, എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും മെനയുന്നതും ഷാഫി പറമ്പിൽ നിങ്ങളാണ് എന്നുള്ളതാണ്. അതിനപ്പുറം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജനസമ്മതി അത് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും CPM-നോ LDF-നോ ഗോവിന്ദനോ MA ബേബിക്കോ ഒരെണ്ണത്തിനും ഒരു മറുപടിയും ഉണ്ടാവില്ല. അത് ഉറപ്പാണ്. കാരണം ഇവരുടെ മാസ്റ്റർ പ്ലാൻ ഇവരെല്ലാവരും AKG സെന്ററിൽ ഒത്തുചേർന്ന് പറഞ്ഞു വിട്ട കാര്യങ്ങളാണ് സുരേഷ് ബാബു എന്ന് പറയുന്ന ചെറ്റ വിളിച്ചു പറയുന്നത്. ആ ചെറ്റ വിളിച്ചു പറയുന്നത് ഈ എല്ലാ പരനാറികളുടെയും മൗന സമ്മതത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. ഈ സമയത്ത് ഞാൻ ആലോചിക്കുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സത്യനാന്തിക്കാടിൻ്റെ ആ ചിത്രമുണ്ടല്ലോ, സന്ദേശം, അതിലെ ചില സീനുകളാണ്. എസ്പെഷ്യലി ആ ശങ്കരാടിയുടെ റോളുണ്ടല്ലോ, അതേ റോൾ എതിർപക്ഷത്തിരിക്കുന്ന യുവജന നേതാക്കളെ പെണ്ണുകേസിൽപ്പെടുത്തി അവരെ തേജോവധം ചെയ്യണമെന്ന് ശങ്കരാടി പറയുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതാണ് ഇപ്പോൾ CPM കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അവർക്ക്. കാരണമെന്ന് പറയുന്നത് 10 വർഷം ഭരിച്ചിട്ട് എല്ലാ അർത്ഥത്തിലും ഭൂലോക പരാജയമായ ഒരു ഓട്ടച്ചങ്കനാണ് ഇവരുടെ കപ്പിത്താൻ എന്നുള്ളതാണ്. ആ കപ്പിത്താൻ്റെ കപ്പല് നിലയില്ലാ കയത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം
ഈ സമീപ കാലത്ത് നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, പുതുപ്പള്ളിയും തൃക്കാക്കരയും പിന്നെ പാലക്കാടും നിലമ്പൂരും ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭയപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാവിധ മാസ്റ്റർ പ്ലാനുകളോടുകൂടിയും പ്രവർത്തിച്ച വ്യക്തി, അതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ തേജോവധം ചെയ്യണം, അയാളുടെ ജനസമിതി ഇല്ലാതെയാക്കണം. അതാണ് ഇവരുടെ ആഗ്രഹം. ബട്ട് അത് വെള്ളത്തിൽ വിട്ട വടി പോലെ പുളുകും ബ്ലും 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 കണ്ട് പൊട്ടിപ്പോകുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഷാഫി, നിങ്ങൾ കരുത്തനായിരിക്കുകയാണ്. നിങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിണറായി വിജയൻ ചർച്ച ചെയ്യപ്പെടുന്നതിലും കൂടുതൽ ഷാഫി പറമ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറം 2026 തെരഞ്ഞെടുപ്പ് ബംഗാളിലെ പാർട്ടിക്കുണ്ടായ പോലെ ഈ പാർട്ടിയുടെ ശവക്കല്ലറയിലെ അവസാനത്തെ ആണിയടിക്കലാവുമെന്നുള്ള ഉത്തമ വിശ്വാസം ഈ നെറികെട്ട നാണം കെട്ട സഖാക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഷാഫി പറമ്പിൽ നിങ്ങളെ ഇത്തരത്തിൽ തേജോവധം ചെയ്യാൻ, അധിക്ഷേപിക്കാൻ, വ്യക്തിഹത്യ നടത്തുവാൻ ഇവർ മുന്നിട്ടിറങ്ങുന്നത്. ആ മുന്നിട്ടിറങ്ങുന്നവരുടെ ചരിത്രങ്ങൾ എന്തൊക്കെയാണ്? പി ശശിയുടെ സാമാനത്തിന്റെ നീളം അളന്നത്, PK ശശി ഉള്ളിൽ വിട്ട തുള്ളികളുടെ എണ്ണം അളന്നത്, PK ശശിയുടെ എത്ര തുള്ളി പുറത്തു പോയി എന്നുള്ളത്, മുകേഷിനെയും AK ശശീന്ദ്രനെയും ഗണേഷ് കുമാറിനെയും കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും P ശ്രീരാമകൃഷ്ണനെയും അതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയധികം ഈ സ്ത്രീ വിരുദ്ധരായിട്ടുള്ള പീഡന വീരന്മാരെയൊക്കെ സംരക്ഷിച്ചു പിടിക്കുന്ന ഇവരുടെ ഈ പറയുന്ന ധാർമ്മികതയാണ്, അതാണ് ഈ പറയുന്ന ചേറ്റകളുടെ ധാർമ്മികത. ഇവരാണ് ഷാഫി പറമ്പിലിനെ ഹെഡ് മാസ്റ്റർ ആക്കാൻ വന്നിരിക്കുന്നത്. ഈ പറയുന്ന തെമ്മാടികൾ, ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾ, ഈ പറയുന്ന കഴുക കൂട്ടങ്ങൾ, ചെന്നായ കൂട്ടങ്ങൾ, പച്ച ഇറച്ചി തിന്നാൻ യാതൊരു മടിയും കാണിക്കാത്ത തീറ്റം നക്കികൾ, തീട്ടം കൊണ്ടുപോയി കൊടുത്താൽ അത് ഒരു ഉളുപ്പുമില്ലാതെ നക്കുന്ന നിറകെട്ട നാണത്തിന്റെ പേരോ സഖാവ്. യെസ്, അത് തന്നെയാണ് സഖാക്കൾ. ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയം പറയാനില്ല, ആദർശം പറയാനില്ല, നേട്ടങ്ങൾ പറയാനില്ല, ഭരണ മികവ് പറയാനില്ല. ഉള്ളതൊക്കെ ഭൂലോക തോൽവികൾ മാത്രം. ഏറ്റവും അവസാനമായി നടത്തിയ അയ്യപ്പ സംഗമം പോലും പൊട്ടിപ്പാളീസായി തരിപ്പണമായി മാറുമ്പോൾ എല്ലാം ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കോടികൾ ഇറക്കിയിട്ടും PR വർക്കുകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാതെ നടത്തിയിട്ടും ഒന്നും അങ്ങ് ലക്ഷ്യം കാണുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ നിന്നുള്ളവർ തന്നെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂലോക തോൽവിയായ കാരണഭൂതനെ ചവിട്ടി വീഴ്ത്തുവാനുള്ള അവസരം സഖാക്കൾ തന്നെ അന്വേഷിച്ച് നടക്കുന്നത് കാണുമ്പോൾ ഇത്തരത്തിൽ ചർച്ചകൾ വഴിമാറ്റി വിടണം. ഇത്തരത്തിൽ എതിർചേരിയിൽ നിൽക്കുന്ന ജനസമ്മതിയുള്ള, ജനങ്ങളുടെ ഇഷ്ടപാത്രമായ, ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഷാഫി പറമ്പിൽ നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ കൊത്തിക്കീറാൻ അവർ മുന്നോട്ട് ഇട്ടുകൊടുക്കും. അതിനെ കൊത്തിക്കീറാനും അത് ചർച്ചയാക്കുവാനും കേരളത്തിലെ കുറെ കൂട്ടിക്കൊടുപ്പും മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ, ഈ കേരളത്തിന്റെ ഈ 2026 തെരഞ്ഞെടുപ്പ്, അത് കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുബോധം, അത് ഈ പറയുന്ന തെമ്മാടിത്തത്തിനെതിരെയുള്ള ആഞ്ഞടിക്കലാവുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.